ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ അൽഹംദുലില്ലാ നമുക്കെല്ലാവർക്കും ഒരു നോമ്പും കൂടെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പടച്ചോൻ്റെ അനുഗ്രഹം തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഈ ഒരു അവസരത്തിൽ എന്നെ വിട്ടുപോയ എൻ്റെ ഉപ്പാനെ ഞാൻ ആലോചിക്കുന്നുണ്ട്, സ്മരിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ നോമ്പിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ പേരിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല അല്ലേ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ദേ ഞാൻ കുറച്ച് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്തു. വേറെ ഒന്നുമില്ല, റമദാൻ മുബാറക്കും അത് ലൈറ്റ് കിട്ടും. അപ്പോൾ മക്കൾക്ക് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എത്രത്തോളം ഈ നോമ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തതാണ്. പിന്നെ ടേബിൾ സെറ്റ് ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഈത്തപ്പഴമൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നോമ്പ് തുറക്കുന്ന നേരത്തെ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ലല്ലോ എന്നുണ്ട്. പിന്നെ തലേ ദിവസം ഞാൻ കുറച്ച് സാധനങ്ങളോട് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 4 മണിക്കാണ് കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത്. ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്കെല്ലാം വെച്ചുണ്ടാക്കി നോമ്പ് തുറക്കാൻ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതേ സ്വീറ്റ്സിൻ്റെ ഞാൻ സ്പ്രിംഗ് റോൾ ഷീറ്റും പിന്നെ അതുപോലെ സമൂസ ഷീറ്റും എടുത്തിട്ടുണ്ട്. ഇന്ന് അതിൽ നമ്മൾ നല്ല വെറൈറ്റി ആയിട്ട് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ അതേ അടുത്തത് ഈ ഒരു സംഭവം ഞാൻ ഇത്ര ദിവസം കാണിച്ചിട്ടില്ല, കുറേ ദിവസം മുമ്പ് വാങ്ങി വെച്ചതാണ്. നോമ്പിനെടുക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങി വെച്ചതാണ്. നമുക്ക് ജ്യൂസൊക്കെ ആക്കിയിട്ട് ഇതിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മക്കൾക്കൊക്കെ എടുക്കാനും വേണ്ടിയിട്ട്. പിന്നെ അതേ ബാക്കി കുറച്ച് സാധനങ്ങളൊന്ന് ഫില്ല് ചെയ്യാനും വേണ്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മഖാനിയും ഒക്കെ ഇതിൽ നമുക്ക് ഒരുപാട് സ്വീറ്റ്സും പിന്നെ സ്പൈസി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ അതേ ഇതിൽ വന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനെ എന്തെങ്കിലും ഇടാമെന്ന് പറഞ്ഞിട്ട് ഇത് പോയ വർഷമൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ ഈ ഒരു പാത്രം. അപ്പോൾ അതിൽ കുറച്ച് ആപ്രിക്കോട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ ആപ്രിക്കോട്ട് ഡ്രൈ ഫ്രൂട്ട് ഇട്ടേക്കാണ്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് റോസ്റ്റ് ചെയ്തതാണ്, അതും കൂടി ഇട്ടേക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ റനക്കുട്ടീൻ്റെ 10th എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ചെറിയ മക്കൾക്കൊക്കെ സ്കൂളുണ്ട് കേട്ടോ. ഹയാനും ചുച്ചുക്കുട്ടിക്കും അയച്ചനൊക്കെ സ്കൂളുണ്ട്. അവർ സ്കൂൾ വിട്ട് ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു, ഇനി നോമ്പാണ്, വൈകുന്നേരം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. കാരണം അവർ കരയാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പണികളാകെ ഇതാവുമല്ലോ. പിന്നെ അതേ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണ്. അതുപോലെ ഇപ്രാവശ്യം ഉണ്ടാക്കുന്ന റെസിപ്പിയിൽ വന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ സവാള പൊടി പിന്നെ ഗാർലിക് പൗഡർ, ഇതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് എങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കുക എന്നുള്ളതും കൂടെ കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ ചിക്കൻ കുറച്ച് തൈരിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ത്രെഡഡ് ചിക്കൻ കബാബാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില എടുത്ത് വയ്ക്കുന്നുണ്ട്, അതുപോലെ മസാലകളും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചിക്കനിലേക്ക് നമുക്ക് ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കാം, കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം എരിവിന് നമുക്ക് കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ഓനിയൻ പൗഡർ, പിന്നെ അടുത്തായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പിങ്ക് സോൾട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു, കുഞ്ഞതാക്കി കട്ട് ചെയ്ത് വെച്ചത്. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്ത് വെക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് പണികൾ തീരും കേട്ടോ. ഇനിയിപ്പോൾ അടുത്തായിട്ട് ജ്യൂസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഇടാൻ ചിയാ സീഡ് കുറച്ച് എടുക്കുന്നുണ്ട്, അത് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കി പണികൾ ചെയ്യാം. അടുത്തത് നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ത്രെഡഡ് ചിക്കൻ കബാബാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വീറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ബ്രോസ്റ്റ് ചിക്കനൊക്കെ കഴിച്ചാൽ കറുമുറ എന്നുള്ള ഒരു ഫീല് കിട്ടും കേട്ടോ. ഇതുപോലെ എടുത്തിട്ട് പിന്നെ ചിലവും കുറവാണ് ഇതുപോലെ ചെയ്യുന്ന സമയത്ത്, പണി പെട്ടെന്ന് തീരുകയും ചെയ്യും കേട്ടോ ഈ ഒരു റെസിപ്പി. ഇതതുപോലെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്, നൂല് പോലെ കട്ട് ചെയ്തെടുക്കുക. ഞാനിതിൻ്റെ ഒരു പകുതിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഉലർത്തിയിടുക. ഏതെങ്കിലുമൊക്കെ കട്ട് ചെയ്യാത്തതുണ്ടെങ്കിൽ മാറ്റി വെക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ചിക്കനിലേക്ക് ഇത് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മുടെ ത്രെഡ്സൊക്കെ അതിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് കോട്ടായിട്ട് വരാനും വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതേ കണ്ടില്ലേ, ഇത് നല്ല നൂല് പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയ്ക്ക് വേണമെങ്കിലും തിന്നായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ പീസസൊക്കെ ഇല്ലേ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മുടെ സമൂസ ഷീറ്റിൻ്റെ ഈ ഒരു ത്രെഡ്സ് എല്ലാം കൂടെ അതിലേക്ക് കോട്ട് ചെയ്തിട്ട് നന്നായിട്ട് പറ്റി പിടിച്ച് ഇങ്ങനെ അതായത് ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് അമർത്തിയെടുക്കുക. നമ്മൾ മറ്റ് വേറെ വല്ലയിലും ചെയ്യുന്നതിനേക്കാളും പണി ഭയങ്കര ഈസിയാണ് കേട്ടോ ഇതിൽ ചെയ്യുന്ന സമയത്ത്. ഇതതുപോലെ ആക്കിയിട്ട് നമുക്കൊരു ട്രേയിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ
ചിക്കൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചെയ്താലും നന്നായിരിക്കും. ഇതിപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് എനിക്ക് ഷോപ്പിൽ നിന്ന് കിട്ടിയത്. കുട്ടികൾ ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് കഴിക്കാനും ഒരു ബോൾ പോലെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അടുത്തതും കൂടെ അങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ കയ്യിൽ എത്രയാണോ ചിക്കൻ പീസസ് ഉള്ളത് അങ്ങനെ ആക്കിയെടുക്കുക. അത് നമുക്ക് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത്താഴത്തിനൊക്കെ വേണമെന്നുണ്ടെങ്കിലും ആക്കിയെടുക്കാനും പറ്റും കേട്ടോ. ഞാനിത് അത്രയും ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അടുത്ത നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ സ്പ്രിംഗ് റോൾ ഷീറ്റിലാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അത് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പോലെ നമുക്ക് കിട്ടും. ടാർട്ട്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിതേ അതിൻ്റെ പാനൊക്കെ ഒന്ന് ഓയിലാക്കി വെച്ചിട്ടുണ്ട്, അതായത് ബട്ടറാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഞാൻ അതിൻ്റെ ഫില്ലിങ്സ് ആണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മഷ്റൂമാണ്. ഈ ഫില്ലിങ്സ് എല്ലാം തന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെയാണ് ചെയ്യുന്നത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ഇടുന്നില്ല. നോമ്പായതുകൊണ്ട് തന്നെ പണി പെട്ടെന്ന് തീർക്കാൻ പറ്റിയ പോലെ, പക്ഷേ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇത് അതുപോലത്തെ മുളക് എടുത്തിട്ടുണ്ട്. ആ മുളക് തീരെ എരിവില്ല കേട്ടോ, ഒരു മധുരം പോലെയൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ കുറച്ച് ഡില്ലും കൂടി എടുത്തിട്ടുണ്ട്. ഇത്രയും വേണ്ടു കേട്ടോ നമുക്ക് അതിൻ്റെ ഫില്ലിങ്സിനുള്ള സംഭവങ്ങൾ. ഇനി പാനിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മഷ്റൂംസും അതേപോലെ തന്നെ ഈ ഒരു മുളകും എല്ലാം കൂടി ഒന്നിച്ച് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഓരോന്നായിട്ട് ഇട്ട് അങ്ങനെ ടൈമിങ് പോകുന്നൊരു സംഭവമൊന്നുമില്ല. പിന്നെ എരിവിനായിട്ട് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും മാത്രമാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ മെയിൻ കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാനും വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻ വീഡിയോയിൽ കാണിച്ച പോലെ നമ്മൾ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ചിക്കൻ്റെ സ്റ്റോക്ക്, അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റും കൂടി ഇതിലേക്ക് ഇറങ്ങും. ലാസ്റ്റ് ഇതേ ഡിൽ ലീവ്സും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ മല്ലിയില ഇടുന്നതിന് പകരം നമ്മൾ ഡിൽ ലീവ്സാണ് ഇട്ട് കൊടുത്തത്. ഇത് ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു എന്താ പറയുക, ഈ ഒരു ഫില്ലിങ്സ് ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ടാർട്ട്സിൻ്റെ ഫില്ലിങ്സ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതൊരു പാന് കടായി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ത്രെഡഡ് ചിക്കൻ കബാബ് ഒന്ന് പൊരിച്ചെടുക്കാനും വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതാന്നിട്ട് അതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ചിക്കൻ ആയതുകൊണ്ട് തന്നെ അധികം വേവ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു ത്രെഡഡ് ചിക്കൻ കബാബ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സമൂസ ഷീറ്റിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ ഒരു ഷവർമ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ ചീക്കിയെടുക്കുന്നുണ്ട്, നൂഡിൽസ് പോലെ കേട്ടോ. ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുട്ടികളിങ്ങനെ ആക്കുമ്പോൾ അവർ കഴിക്കാൻ അവർക്ക് ഈസി ആയിരിക്കും. കുറച്ച് വലിയ വലിയ പീസാണെങ്കിൽ ചിലപ്പോൾ ഇവർ ക്യാരറ്റൊക്കെ മാറ്റി വെക്കില്ല. അങ്ങനെ ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അടുത്തത് അതിൻ്റെ ഫില്ലിങ്ങിൽ തന്നെ വേണ്ടിയിട്ട് കുക്കുംബറും ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുക്കുംബർ കുട്ടികൾക്ക് ഇഷ്ടമാണ്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ടാർട്ട്സ് ഉണ്ടാക്കാനായിട്ട് സ്വിറ്റ്സിൻ്റെ തന്നെ സ്പ്രിംഗ് റോൾ ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു ഷീറ്റ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് എഗ് വാഷില്ലേ ഇതുപോലെ ആക്കി കൊടുക്കുക. അതിന് ശേഷം അടുത്തൊരു ഷീറ്റ് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്തെ ടവലിട്ട് മൂടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ഷീറ്റ്സ് ഡ്രൈ ആവാതിരിക്കാനും ഒരു നന്ന ടവൽ വെച്ചിട്ട് നമ്മൾ മൂടി കൊടുത്താൽ മതി. നെക്സ്റ്റ് ഒരു ഷീറ്റും കൂടെ എടുക്കുക. അതിൻ്റെ മുകളിൽ ഇതതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഈ എഗ് വാഷ് നിർബന്ധമാണ്. അപ്പോൾ നമുക്കൊരു നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ 3 ഷീറ്റുകളോളം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ട്രേയിലേക്ക് ഇതുപോലെ കുഴി ഇങ്ങനെ കറക്റ്റാക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അഡീഷണലായിട്ട് ഒരുപാട് ഹൈറ്റ് ഉണ്ടാവുന്നത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാൻ ആ ഒരു ഷേപ്പ് കറക്റ്റ് വരാനും വേണ്ടിയിട്ട് ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കുക. നമ്മൾ ഈ ഷോപ്പിലൊക്കെ ഇവിടെ നോമ്പ് തുറക്കാനൊക്കെ കിട്ടും ഷെല്ല് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നല്ല റേറ്റുമാണ് കേട്ടോ. ഒരു 60 രൂപയൊക്കെ ഒരെണ്ണത്തിന് ഉണ്ടാവും. അത് നമുക്ക് ഇതുപോലെ ഈ ഒരു സ്പ്രിംഗ് റോൾ ഷീറ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അതുപോലെ ഞാൻ എല്ലാ ഷീറ്റും അതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു 3 ലെയറോളം വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 ലെയറൊക്കെ വെക്കുക. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു 3 ലെയർ വെക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവുക. അഡീഷണലായിട്ട് ഇങ്ങനെ പൊന്തിക്കുന്നതെല്ലാം അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതേ 4 വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആക്കിയെടുക്കുന്നത്. നമ്മുടെ ഓവൻ വന്നിട്ട്
ഒരു 170 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റോളം വെച്ച് കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് ആയി കിട്ടും. ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിട്ടാണ് കേട്ടോ. ചിലവർക്ക് 16 മിനിറ്റൊക്കെ വെക്കേണ്ടി വരും. ഇതുപോലെ ക്രിസ്പി ആയിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് ഫില്ല് ചെയ്യണം. അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെ സൈഡിലേക്ക് എടുത്തേക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ബാക്കിയുള്ളതും കൂടെ ആക്കിയെടുക്കുന്നുണ്ട്. വലിയൊരു ട്രേ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ആക്കിയെടുക്കായിരുന്നു എന്ന് തോന്നിപ്പോയി. പിന്നെ അടുത്തത് മെയിൻ നമ്മുടെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ സ്വിറ്റ്സിൻ്റെ ഈ ഒരു പഫ് ഡോ പറാത്താൻ്റെയാണ്. ഇതിലാണ് കേട്ടോ നമ്മളിന്ന് ഈ പറാത്ത ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നമ്മൾ ഷവർമാൻ്റെ സോസും കാര്യങ്ങളും ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇതിങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. നമ്മളതിനെ ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്താൽ മതിയേ. മാവ് നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വരും. നമ്മൾക്കിപ്പോൾ നോമ്പ് തുറയൊക്കെ വെക്കുകയാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വാങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്ക് പണി ഈസി ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഒരു എന്താ പറയുക ഇഫ്താർ പാർട്ടിയൊക്കെ നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന സാധനങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പി അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഫില്ലിങ്സ് ഒക്കെ ഇടാനായിട്ട് പോവാണ്. ഫസ്റ്റ് ടാർട്ടിൽ ഇതുപോലെ മയണൈസ് ഗാർലിക് മയണൈസാണ് നമ്മൾ വാങ്ങി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഫില്ലിങ്സ് ഓരോന്നായിട്ട് മഷ്റൂം ഫില്ലിംഗ് ആണ്. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനിലും മട്ടനിലും ഒക്കെ ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ട് ഇടാൻ പറ്റും. നമ്മൾ ഇത് വന്നിട്ട് വെജാക്കിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു പാത്രത്തിലേക്ക് സോസും കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡെക്കോർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ഷവർമ റോളിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടൈപ്പ് ലെറ്റ്യൂസ് കേളായിട്ടുള്ള നമ്മൾ ബർഗർ ഷോപ്പിലൊക്കെ പോയാൽ കണ്ടിട്ടില്ലേ, അതിനകത്ത് അവരിങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ അതുപോലത്തെ ലെറ്റ്യൂസ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പറാത്ത എടുക്കുക. അതിലേക്ക് നമ്മുടെ ഒരു എന്താ പറയുക ഈ ഒരു ടൈപ്പ് മയണൈസാണ് കേട്ടോ ഞാൻ ആക്കി കൊടുക്കുന്നത്. ഇത് കുറച്ച് എരിവും ഉണ്ടാവും. അപ്പോൾ കഴിക്കുമ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ ഉണ്ടാവും. പിന്നെ അതിന് ശേഷം നമ്മുടെ ക്യാരറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫില്ലിങ്സിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ വെജീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് നോമ്പായതുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ത്രെഡഡ് കബാബ് ചിക്കൻ കബാബ് പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അഡീഷണൽ ആയിട്ടുള്ളതാണ് വെച്ച് കൊടുത്തത്. പിന്നെ നമ്മുടെ ലെറ്റ്യൂസും കൂടെ വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. എനിക്ക് ഈ കടക്കാർ റോൾ ചെയ്യുന്ന പോലെ ഒന്നും നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ എനിക്കറിയുന്ന പോലെ ഞാൻ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് ഇങ്ങനെ കാണുമ്പോൾ പുറത്തുനിന്ന് കിട്ടുന്ന സാധനം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ സിമ്പിളായിട്ടുള്ള സംഭവങ്ങളാണ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം കലക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ പുതിയ ജാറിലാണ് കേട്ടോ വെള്ളം കലക്കുന്നത്. നാരങ്ങ പിഴിഞ്ഞെടുക്കുക. ഒരു 2 നാരങ്ങയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വന്നിട്ട് പിസ്താൻ്റെ ആ ഒരു ഫ്ലേവറുള്ള ഒരു സംഭവം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അടുത്തായിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിയാ സീഡില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ വന്നിട്ട് ബദാം പിസിന് ഞാൻ ഇട്ടിട്ടാണ് നോർമലി നോമ്പിനൊക്കെ ചെയ്യാതെ നമ്മുടെ ശരീരത്തിന് ഭയങ്കര തണുപ്പാണ് കേട്ടോ. പക്ഷെ ഇപ്പം എൻ്റെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ആക്കിയത്. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളും കൂടെ ടേബിളിൽ വെക്കാനും വേണ്ടിയിട്ട് കുറച്ച് ചെറി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ടേബിൾ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. ടേബിൾ ഇതുപോലെ ഒരു വൈറ്റും ഗോൾഡൻ കളർ തീമിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡേറ്റ്സും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ത്രെഡഡ് ചിക്കൻ കബാബ്, പിന്നെ സാലഡ്, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ നമ്മുടെ ടാർട്ട്സ്, ഷവർമ റോള് എല്ലാം നമ്മളിതേ സെറ്റാക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. നോമ്പ് തുറന്നതും നമ്മൾ കൂടുതലായിട്ട് ഫ്രൂട്ട്സ് അതുപോലെയുള്ള സംഭവം ഈത്തപ്പഴം കഴിച്ചിട്ട് അങ്ങനെ ഫ്രൂട്ട്സ് അതൊക്കെ കഴിക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. പിന്നെ അതിന് ശേഷം ബാക്കിയുള്ളത് അപ്പോൾ ഞാൻ ഫ്രൂട്ട്സിൽ വന്നിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലോങ്ങൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ടിൽ ആപ്രിക്കോട്ട് വെച്ചിട്ടുണ്ട്. നട്ട്സിൽ ബദാമും പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ കുടുംബത്തോട് ഒന്നിച്ച് എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ബർക്കത്താണ്. അതും ഈ ഒരു നോമ്പ് തുറക്കൽ എന്ന് പറയുമ്പോൾ പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്രയും ബർക്കത്താണ് കേട്ടോ.
അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടേസ്റ്റ് നോക്കുന്നത് ത്രെഡഡ് ചിക്കൻ കബാബാണ്. അപ്പോൾ എല്ലാം തന്നെ നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് മക്കൾക്കൊക്കെ ഇഷ്ടമായിട്ടോ. അവർ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ എപ്പോഴാകുക, എപ്പോഴാണ് അമ്മയും നോമ്പ് തുറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ചുച്ചുക്കുട്ടിയും ഹെയ്സും ഉറങ്ങിയിട്ടാണ്. പിന്നെ ഹയാൻകുട്ടൻ നിച്ചിലു ബേബീനെ ഉറക്കി. അതുകൊണ്ട് പിന്നെ നമുക്ക് കിച്ചണിൽ പെട്ടെന്ന് നിന്നിട്ട് എല്ലാം പെട്ടെന്ന് അങ്ങനെ ചെയ്തിട്ട് വരാൻ പറ്റിയതാണ്. ഇതുപോലെ വറുത്തതും പൊരിച്ചതൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സിൻ്റെ പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ നോമ്പ് ഭയങ്കര ഈസി ആയിട്ട് ഞാൻ എങ്ങനെ ചെയ്തു എന്നാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള നോമ്പുകളും നിങ്ങൾക്കും എല്ലാവർക്കും അതിൻ്റെ എല്ലാ പവിത്രതയോടും കൂടിയിട്ട് ആയുസ്സും ആരോഗ്യത്തോടും കൂടി അവസാനം നോമ്പ് വരെയും ഹെൽത്തി ആയിട്ട് നോമ്പ് നോക്കാനും വേണ്ടിയിട്ട് ഞാനും ദുആ ചെയ്യാണ്, നിങ്ങളും ദുആ ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരുന്നവരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും.